തീർച്ചയായിട്ടും സജി നന്ദ്യാട്ട് ടെലിഫോണിലാണ്. സജി നന്ദ്യാട്ട്, ഈ താങ്കളുടേതായ ഒരു ഓഡിയോ ഇന്ന് പുറത്തു വന്നിരുന്നു. അത് ആരോടുള്ള രോഷത്തിന്റെ പേരിലായിരുന്നു അത്തരമൊരു സംഭാഷണം? അല്ല, ഞങ്ങളുടെ ഒരു സംഘടനയാണല്ലോ, ഞങ്ങളുടെ അഫിലിയേറ്റ്സ് ആണ്. ഞാനും പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണ്. ഞങ്ങളുടെ ഒരു ഏരിയയിലേക്ക് മറ്റുള്ളവർ കടന്നു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അവിടെ ഒരു മൊഴി പ്രതിയും കൊടുത്തു. ICയുടെ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടില്ല. പിറ്റേ ദിവസം തെളിവെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഒരു സംഘടന ഇവരെ എല്ലാം വിളിക്കുന്നു, അതിന്റെ പ്രൊഡ്യൂസറെ ഉൾപ്പെടെ വിളിക്കുന്നു. എന്നിട്ട് ഇവർക്കൊരു ചാൻസ് കൂടെ കൊടുത്തുകൂടെ എന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ നിഷ്പക്ഷമായി അവിടെ മൊഴിയെടുക്കുന്ന ഐസിക്ക് പവർഫുൾ ബോഡിയാണ്, അവരെ അത് സ്വാധീനിക്കും, അത് അനുചിതമാണ്. രണ്ട്, അതിൽ ഒരു ദുരൂഹത പലരും ആരോപിക്കുമ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു മെമ്പറായ ഒരു പ്രൊഡ്യൂസറെ ഫെഫ്കയ്ക്ക് വിളിച്ചു വരുത്താൻ എന്ത് അധികാരം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം. രണ്ട്, ഇതിന്റെ പ്രൊഡ്യൂസറെ അവിടെ വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ അതിന്റെ പ്രൊഡ്യൂസറെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അവിടെ പോയത്? അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഹലോ കേൾക്കാം സർ, കേൾക്കാം. എന്നോട് അദ്ദേഹം പറഞ്ഞു, എന്നെ കമ്പൽ ചെയ്ത് ദേ കമ്പൽ മീ ടു ഗോ ദേർ ത്രൂ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഐ എക്സ്പ്ലെയിൻഡ് എവറിഥിങ് ദേർ, ദെൻ ഐ ബെഗ് ദം സേവ് മീ. ഞാൻ പറഞ്ഞു, അത് അവരുടെ ജുറിസ്ഡിക്ഷൻ അല്ല. നിങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണ്, ഫിലിം ചേംബർ മെമ്പറാണ്. നിങ്ങളെ വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിക്കാനോ, നിങ്ങളെ അവിടെ വിളിച്ചു വരുത്തി പത്രക്കാരുടെ മുമ്പിൽ ഞങ്ങളാണെല്ലാം, ലൂയി 14 പറഞ്ഞൊരു വാചകമുണ്ട്, ഐ ആം ദ സ്റ്റേറ്റ്, ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം അവിടെ കൊടുക്കുകയാണ്. അത് ശരിയല്ല. ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായ അധികാര പരിമിതികളുണ്ട്. ഒരു ഡയറക്ടറെ വിളിച്ച് താക്കീത് കൊടുക്കാൻ ഫെഫ്കയ്ക്ക് അധികാരമുണ്ട്. ക്യാമറമാനോ ടെക്നീഷ്യനോ ആരും ആയിക്കോട്ടെ, അവരെ വിളിക്കാനും താക്കീത് കൊടുക്കാനും ഫെഫ്കയ്ക്ക് അധികാരമുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഒരു മെമ്പറെ അവിടെ വിളിച്ചു വരുത്തി ഈ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ പക്ഷം, ഇപ്പോൾ അദ്ദേഹം മാറ്റി പറയുന്നുണ്ട്, അത് പ്രഷർ കൊണ്ടാണ്, അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾ ഫെഫ്കയെ അംഗീകരിക്കുന്നവരാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഗഡ്ജ് ഒന്നുമില്ല. ഞങ്ങൾ അവരെ അംഗീകരിക്കുന്ന ഒരു അസോസിയേഷനാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ICയുടെ റിപ്പോർട്ട് പോലും മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ വന്നിട്ടില്ല. എന്ത് തീരുമാനിക്കണമെന്ന് പോലും ICയുടെ റിപ്പോർട്ടിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഈ മാധ്യമങ്ങളിൽ വന്നതുപോലെ കൈകൊടുത്ത് പിരിഞ്ഞതാണോ? ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഈ സാഹചര്യത്തിൽ ഫെഫ്ക ഇടപെട്ടത് ഒട്ടും ശരിയായില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേതൃത്വം ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഏരിയയിൽ മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടത്. അതൊരിക്കലും അവിടുന്ന് മറ്റൊരു ചാനലുകളിലൊക്കെ പോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിനകത്ത് ആരോ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തന്നെയാണ്, 1000 ദിവസം പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മണിക്കൂറെങ്കിലും ആണായിട്ട് തന്റെ ഇടത്തോടെ ജീവിക്കുന്നത് നല്ലതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, തെളിവെടുപ്പുകൾ നടക്കുന്നുണ്ട്, കേസുണ്ട്. എന്നിട്ടും ഈ ഷൈനെ ഇങ്ങനെ വെള്ളപൂശാൻ, രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ആയിരിക്കില്ലേ ഇത്ര ഒരു ഇടപെടൽ നടത്തിയത് ശ്രീ സജി? അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ പല സംശയങ്ങളും ഉണ്ട്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഷൈൻ ജോൺ ചാക്കോ എന്ന് പറഞ്ഞയാളെ വിലക്കാനോ പറഞ്ഞു വിടാനോ അല്ലല്ലോ ഞങ്ങൾ ശ്രമിച്ചത്. മറിച്ച് എന്താണോ IC പറയുന്നത്, ICയെ കുറിച്ച് നമ്മുടെ ഒരു ധാരണ തന്നെ മാറ്റണം. കാരണം പോഷ് ആക്ട് ഉൾപ്പെടെ സിവിൽ നേച്ചറുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഒരു ലീഗൽ ബോഡിയാണ് IC. ആ ICയുടെ കാര്യങ്ങൾ ഇടപെടാൻ ഞങ്ങൾക്ക് ആർക്കും അവകാശമില്ല. ആ IC സ്വതന്ത്രമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തീരുമാനമെടുത്ത് വിൻസി എന്താണ് അവിടെ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. പത്രങ്ങളിൽ വരുന്നതനുസരിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ICയുടെ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രേഖയിൽ അത് തികച്ചും അനുചിതമാണ്. അത് പ്രതിഷേധാർഹമായ കാര്യമാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഞങ്ങളുടെ പ്രൊഡ്യൂസറെ ഫെഫ്കയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയത് ഒട്ടും ശരിയായില്ല. ഞങ്ങൾ തിരിച്ചൊരു ടെക്നീഷ്യനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയാണോ? അല്ലല്ലോ.
അതുകൊണ്ട് ന്യൂസ് 8-ലെ രഞ്ജിത്ത് രാമേന്ദ്രനെ വിളിച്ച് വഴക്ക് പറയാൻ ഏഷ്യാനെറ്റിലെ MDക്ക് അവകാശമില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളത് പറഞ്ഞത്. നിഷ്പക്ഷമായി കാര്യങ്ങൾ നടക്കണം. ഉപ്പ് തിന്നതും വെള്ളം കുടിക്കും, ഒരു സംഘം വേണ്ട. പൊതുസമൂഹത്തിന് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ. പൊതുസമൂഹമാണ് ഞങ്ങളുടെ സിനിമ കാണുന്നത്. അവർക്ക് ബോധ്യം വരണം. അത് നിയമം നടപ്പിലാക്കിയെന്നും നീതി നടപ്പിലാക്കിയെന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇത് ഈ സിനിമാ മേഖലയിലെ ഒരു ശാക്തിക പോരാട്ടമായി മാറുന്നുണ്ടോ ശ്രീ സയ്യദ്യാട്ട്? ആത്യന്തികമായി ഈ പ്രശ്നം പരിഹരിക്കുക, ഈ ഇത്തരക്കാരെ വെച്ച് ഉറപ്പിക്കാതിരിക്കുക, അങ്ങനെ തീരുമാനങ്ങളിലേക്ക് ഐക്യത്തോടെ എത്തേണ്ട ഒരു മേഖല കൂടിയാണല്ലോ ഇത്. തീർച്ചയായും രഞ്ജിത്ത് പറഞ്ഞ വളരെ കൃത്യമാണ്. ഒരുമിച്ച് ഒറ്റക്കെട്ടായതുകൊണ്ട് ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പുറക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട്. നമ്മക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഈ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഗവൺമെന്റ് ചെയ്യുക എന്ന് പറയുന്ന അപ്പുറം നമ്മളൂടെ നമ്മുടെ രീതിയിൽ ഈ ഒരു ഇടങ്ങളിൽ, ഞങ്ങളുടെ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണം. അവർക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ വർക്ക് പ്ലേസിൽ അവർ യാതൊരു വിധത്തിലുള്ള ഹറാസ്മെന്റിനും അവർ വിധേയരാകരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു അവസരം കൊടുത്തുകൂടെ? അത് ഞങ്ങൾ കൊടുക്കില്ലെന്നോ കൊടുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഫൈനൽ വെർഡിക്റ്റ് വരുന്ന ICCയാണ്. അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതനുസരിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണ് തൊഴിൽദാതാവ്, ഞങ്ങളുടെ അഫിലിയേറ്റ്സ് ആണ്. അവർ തീരുമാനിക്കും. അതിനകത്ത് ആ തീരുമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഇടപെടും. അതല്ലാതെ ഞങ്ങൾ അവിടെ കയറി ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്തുകൂടാതെ ഞങ്ങൾ ആരും പറഞ്ഞില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, കഴിഞ്ഞ ദിവസം ഫിലിം ക്യാമ്പിന്റെ മോണിറ്ററിംഗ് ചേർന്നല്ലോ. രഞ്ജിത്ത് അറിയാം, നിങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം മലയാളത്തിലെ എല്ലാ ചാനലുകളും, ഇന്ത്യയിലെ പ്രമുഖ ചാനലുകളും അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ആരും തന്നെ അവർക്ക് ഒരു ബൈറ്റ് കൊടുക്കുകയോ പ്രസ് മീറ്റ് വൈകിട്ട് നടത്തിയതിൽ എന്തുകൊണ്ടാണ്? അപ്പോഴും ICയുടെ തെളിവെടുപ്പ് അപ്പുറത്ത് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ കയറി എന്തെങ്കിലും പറയുന്നത് ശരിയല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ലേഖകര്, എല്ലാ മാധ്യമങ്ങളുടെയും ലേഖകർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും. ഞങ്ങളുടെ ചെയർമാൻ സുരേഷ് കുമാർ പറഞ്ഞു ഒന്നും പറയും, നോ കമന്റ്. അവസാനം എന്നോട് പോലെ അവർ പറഞ്ഞു എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറയണമെങ്കിൽ ICയുടെ റിപ്പോർട്ട് വരണം. അതാണ് അതിന്റെ മര്യാദ, അതാണ് അതിന്റെ നീതി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഇപ്പോൾ ഒന്നും പറയാനില്ല. ഞങ്ങളവിടെ ഇടപെട്ടില്ലല്ലോ. ഞങ്ങൾക്കും വേണമെങ്കിൽ ഇത് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഞങ്ങളാണ് എല്ലാം ഞമ്മാനാണ് എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പറയാമായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തില്ല? അപ്പം ഇത് കൃത്യമായി നടക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ IC രൂപീകരിച്ചില്ലേ ഞങ്ങള്? എന്തിനാണ് IC രൂപീകരിച്ചിരിക്കുന്നത്? കൃത്യമായി ലൊക്കേഷൻ കൃത്യമായി പോകണം. ഒന്നും അവിടെ പാടില്ല. നടക്കണം. പണം മുടക്കുന്ന പ്രൊഡ്യൂസർ സാമ്പത്തിക നീതി ലഭിക്കണം. ഇവിടെ ഷൂട്ടിങ് ഉച്ച കഴിഞ്ഞ് ആ നടൻ വരിക, കണ്ട ഈ പറഞ്ഞ അവളെല്ലാം അടിച്ചയച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഉച്ചയാകും വരെ 1 മണിക്കൊന്ന് തിരിച്ചു പോവുക. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്ര ലക്ഷം രൂപയാണ് എക്സ്പെൻസ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മെമ്പർമാരുടെ എക്കണോമിക് സേഫ്റ്റി നോക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ആണല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത്. അത് നടക്കണം, ഒരു കലാസൃഷ്ടിയാണത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചിലർക്ക് ഇത് പ്രശ്നമല്ല. കാട്ടിനെ തേടി തേവറയാന വലിയടാ വലി, അത് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾക്ക് കൃത്യമായി നടത്താനുള്ള കഴിവുള്ള നേതൃത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സീനിയേഴ്സായ ഒത്തിരി നേതാക്കന്മാരുണ്ട്. ശ്രീ സിയാദ് കോക്കർ ഉൾപ്പെടെ, ശ്രീ സുരേഷ് കുമാർ ഉൾപ്പെടെ ഒത്തിരി നേതാക്കന്മാരുടെ വെയിറ്റിംഗിലാണ്. പക്ഷെ ഞങ്ങൾ എങ്ങനെ ചെയ്യണം, ഒത്രയോ സമരങ്ങളെയും എത്രയോ കാര്യങ്ങൾ കണ്ടിട്ടുള്ള പരിചിതപ്രജ്ഞനായ നേതൃത്വം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇപ്പൊ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ഞങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ പുറകിൽ വലിയൊരു ശക്തിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ശക്തി കാണിക്കാനുള്ള സമയമല്ല. മറിച്ച് സമൂഹത്തോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ സമൂഹമാണ് സിനിമയെ വിജയിപ്പിക്കുന്നത്. പ്രേക്ഷകനാണ്. ഫാമിലി തിയേറ്ററിൽ വരുന്നില്ല, വരണം. സിനിമയോടുള്ള അനിഷ്ടം അവർക്ക് മാറണം. അതിന് സിനിമയോട് അനിഷ്ടം ഉണ്ടാകാൻ കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ഏരിയയിൽ കയറി ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിന് ഞങ്ങൾ വഴക്ക് പറഞ്ഞോളാം. അയലോക്കത്തെ അച്ചാച്ചൻ അവിടെ വെറുതെ ഇരുന്നാൽ മതി. അയലോക്കത്തെ ഉണ്ണിച്ചേട്ടൻ അവിടെ ഇരുന്നോ. ഞങ്ങളുടെ മക്കളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ബൗണ്ടറി കയറണ്ട. ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ശരി, നന്ദി സതിയന്ത്യാട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികൾ രാഹുൽ ഈശ്വറും ബിനു കിരിയത്തും തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.